മലയാളിയുടെ നാളേക്കുള്ള പ്രതീക്ഷകളുമായി ഇന്ന് വിഷു. മനസ്സിൽ കൊന്നപ്പൂവിന്റെ തിളക്കവുമായി മലയാളി കണി കണ്ടുണർന്നു. വിഷുക്കണി ദർശനത്തിനായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു. കുടുംബാംഗങ്ങൾക്കൊപ്പം ചേർന്നും കൈനീട്ടം പങ്കിട്ടും മലയാളി വിഷു ആഘോഷിച്ചു. മലബാറിൽ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും തളി ക്ഷേത്രത്തിലും കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുമെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ വിഷുക്കണി ദർശനത്തിനായി ക്ഷേത്രങ്ങളിലെത്തി. അവരിൽ ചിലർ വിഷു ഓർമ്മകളും പ്രതീക്ഷകളും കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. വിഷു എങ്ങനെ പോകുന്നുണ്ട്? പഴയ വിഷു അത് അടിപൊളി. ഇപ്പം പിന്നെ ഏജ് കഴിഞ്ഞില്ല, അപ്പം പിന്നെ നമുക്ക് സാധാ കുട്ടികളെല്ലാം ആഘോഷിക്കും കുടുംബത്തോടൊപ്പം എല്ലാവരും കൂടെ. ഇപ്പം അങ്ങനെയില്ല, ആർക്കും സമയമില്ല. നല്ല വിഷയമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരുക്കി അതിനുശേഷമാണ് ഇപ്പം ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം എന്താ വെച്ചാല് വിഷുവിന് 3 പേരും ഒരേമാതിരി. വൈഫും ഉണ്ടേനി, അവർക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും വിഷു അടിച്ചു പൊളിക്കാൻ ചെറുപ്പകാലത്ത് അടിച്ചുപൊളി, ഇപ്പോഴും അടിച്ചുപൊളി. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. എറണാകുളം രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണയും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുദിനത്തിൽ പ്രത്യേകം പാലട പായസവും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു. മധ്യ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശനം നടന്നു. വിഷുവിൻ്റെതായ എല്ലാ ഒരുക്കങ്ങളും നടക്കും. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കണി കണ്ടു, കഴിഞ്ഞ ക്ഷേത്രത്തിൽ വന്നു. പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ അന്നത്തെ ആളുകൾക്ക് ഇത്രയും സൗകര്യങ്ങളില്ലല്ലോ. അതനുസരിച്ചുള്ള ആർഭാടങ്ങളും ഒരുക്കങ്ങളൊക്കെ കുറയും. രാവിലെയൊക്കെ എന്നാലും പണ്ടാണേലും വിഷു കണി കാണും. സ്പെഷ്യൽ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് കഴിക്കും. കഴിഞ്ഞിട്ടും നമ്മൾ കൊടുക്കുമല്ലോ വേണ്ട, നമുക്കിപ്പോൾ തരാനാരുമില്ല. കഴിഞ്ഞിട്ടും കൊടുക്കും എല്ലാവർക്കും. തെക്കൻ കേരളത്തിലും ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 3 മണി മുതൽ 4 മണി വരെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണിദർശനം ഉണ്ടായിരുന്നത്. അമ്പലമുക്ക് പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിശ്വാസികളുടെ വലിയ നിരയാണ് ഉണ്ടായിരുന്നത്. വിദേശത്തുള്ളവരും വിഷു ആഘോഷിക്കാൻ നാട്ടിലെത്തിയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് വിഷുവാണ് ഇവിടെ വീട്ടിൽ. നാട് ഇവിടെ തന്നെ കവടിയാറിൽ. നമ്മൾ ദുബായിൽ നിന്ന് വന്നതായിരുന്നു. മലയാളികൾ എവിടെ ഉണ്ടായാലും വിഷു ആഘോഷിക്കും 100%. ഇന്ന് എല്ലായിടത്തും ആഘോഷമുണ്ട്. ഡെഫിനറ്റ്ലി. വിഷുവാശംസകൾ. ക്ഷേത്രങ്ങളിൽ വിഷുവിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും നടന്നു. ദർശനത്തിനെത്തിയ വിശ്വാസികൾക്ക് വിഷു കൈനീട്ടം നൽകി. കാർഷിക സമൃദ്ധിയുടെ പുതുവർഷത്തിന് പ്രാർത്ഥനയോടെ വിശ്വാസികൾ തുടക്കം കുറിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്.